ഒറ്റയ്ക്കിരിക്കുന്ന അനുമോളുടെ അടുത്ത് അനീഷ് വന്നിട്ട് പറയും, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കല അനുമോളെ, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ് ബാധിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ ഒരു പക്ഷെ നമ്മൾ ഡിപ്രഷനിലേക്ക് വരെ പോയെന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കരുത്. അപ്പോൾ അനു പറയും, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും പുറത്ത്, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നമ്മളുടെ കൂടെ ആളുകൾ ഉണ്ടാകണമെന്നില്ലല്ലോ, ഞാനിപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു എന്നെല്ലാം അനുമോളോട് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. അനീഷ് എപ്പോഴും അനുമോളെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ കണ്ടത് കൊണ്ട് തന്നെ ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുന്ന അനുമോളെ കാണുമ്പോൾ അനീഷിന് അവിടെ നല്ല വിഷമമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അനു എവിടെ പോയിട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്നാലും അനീഷ് അവിടെ അനുവിന്റെ അടുത്ത് പോയിരുന്ന് അനുവിന്റെ മൈൻഡെല്ലാം സെറ്റാക്കി അനുവുമായിട്ട് കൂടുതൽ സമയം സംസാരിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അനുവിന് അവിടെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതിരിക്കാനായിട്ടാണ്. അങ്ങനെ ഒടുക്കം അനുമോള് പറയുന്നുണ്ട്, നമ്മളൊരാളുടെ അടുത്ത് ഓവറായിട്ട് സ്നേഹം കൊടുത്താൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല ചേട്ടാ. ഇത്ര കാലം ദുഃഖം ഉണ്ടായപ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് അതിലിപ്പോൾ കുഴപ്പങ്ങളും പരാതിയൊന്നും ഇല്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇന്നലെ ഞാൻ ഒരുപാട് കരഞ്ഞു തീർത്തു. ഇനി എനിക്കൊരു കുഴപ്പവുമില്ല. ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ. അപ്പോൾ അനീഷ് പറയുന്ന ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അനുമോൾ ഇവിടെ ഇത്ര ദിവസം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പഴയ അനുവായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ അനീഷാണ് അനുവിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇനി എനിക്ക് പഴയതുപോലെ ആവാൻ പറ്റില്ല ചേട്ടാ, ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇനിയും പഴയതുപോലെ എനിക്ക് സങ്കടപ്പെട്ടിരിക്കാൻ വയ്യ എന്നെല്ലാം പറയുന്ന അനുമോളെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.